Good morning, students. At the first one, x of t is a random process defined by x of t is equal to a cos omega t plus theta, where omega is a constant and a and theta are independent random variables uniformly distributed in minus kk and minus pi pi respectively. Find mean, variance, autocorrelation, and autocovariance of x of t. X of t is a wide cell stationary process. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ x of t എന്ന് പറഞ്ഞാൽ എന്താണ്? X of t is equal to a cos omega t plus theta. Then a and theta, and theta are independent random variables. The a is uniformly distributed. Minus kk. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of a എഴുതാനുള്ള ഫോർമുല എന്താണ്? 1/b minus a എന്ന് പറഞ്ഞാൽ 1/k minus k 2k 1/2k എന്ന് വരും. minus k less than a less than k, that is equal to 0. അതുപോലെ തന്നെ തീറ്റയുടെ കേസിലാണെങ്കിലോ തീറ്റ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് minus pi. Therefore, f of theta is equal to 1/2 pi minus pi less than theta less than pi. 0 others. അപ്പോൾ നമ്മുടെ രണ്ടിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി, എയുടെ കിട്ടി, തീറ്റയുടെ കിട്ടി. ഇനി എയുടെ മീൻ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ മീനാണ്. Mean is the expectation of a, that is a plus b by 2. എന്ന് പറഞ്ഞാൽ k plus minus k by 2, that is equal to 0. അതുപോലെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് is equal to variance of a is equal to b minus a whole square by 2. എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞാൽ എത്രയാണ്? b എന്ന് പറഞ്ഞാൽ k minus k plus k whole square divided by 12. So 2k square 4k square by 12. That is k square by 3. The variance of a is equal to k square by 3. The variance of a is equal to k square by 3 ആണെങ്കിൽ variance of a is equal to expectation of a square minus expectation of a whole square. Variance of a എത്രയാണ്? k square by 3. Expectation of a square എത്രയാണ്? അറിയില്ല. Expectation a square അറിയില്ല. ഇത് 0 ആണ്. Expectation of a square സമയത്ത് that is equal to k square by 3. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വെക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് വെക്കേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എ 0, വേരിയൻസ് ഓഫ് എ k square by 3, അതുപോലെ എക്സ്പെക്ടേഷൻ a square is equal to k square by 3. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? മീൻ കണ്ടുപിടിക്കണം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x of t കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് a cos omega t plus theta. ഇവിടെ ഒമേഗയും തീറ്റയും ഇൻഡിപെൻഡന്റ്, എയും തീറ്റയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. എയും തീറ്റയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻടു എക്സ്പെക്ടേഷൻ ഓഫ് cos wt plus theta എന്ന് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ 0 ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ x of t യുടെ ആൻസർ, മീനിന്റെ ആൻസർ നമുക്ക് കിട്ടി. മീനിന്റെ ആൻസർ എക്സ്പെക്ടേഷൻ x of t is equal to 0. ഇനി നമുക്ക് അടുത്ത ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കാം. അടുത്ത ഓട്ടോ കോറിലേഷൻ rxx t1 t2 കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x of t1 into x of t2 അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് rxx t1 t2 is equal to expectation of x of t1 എന്ന് പറഞ്ഞാൽ എന്താണ്? a cos omega t1 plus theta into a cos omega t2 plus theta. A cos omega t1 plus theta into a cos omega t2 plus theta. This is equal to expectation of a square. A square into cos wt1 plus theta cos wt2 plus theta. That is
എയും തീറ്റയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ ഇൻടു എക്സ്പെക്ടേഷൻ ഓഫ് cos wt1 plus theta cos wt2 plus theta. എക്സ്പെക്ടേഷൻ എ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണത് k സ്ക്വയർ ബൈ 3 ആണ്. k സ്ക്വയർ ബൈ 3. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് cos wt1 plus theta cos wt2 plus theta. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കണം. ഇവിടെ k square by 3 into expectation of cos a cos b. cos a cos b യുടെ ഫോർമുല എന്താണ്? cos a cos b എന്ന് പറഞ്ഞാൽ cos a plus b plus cos a minus b. ഇതാണ് ഫോർമുല. cos a plus b plus cos a minus b. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുലയോട് നോക്കാം. cos wt1 plus wt2. അപ്പോൾ w into t1 plus t2 plus 2 theta plus cos w t1 minus t2 theta cancel ആയിപ്പോ ഇവിടെ നമുക്ക് തിരിച്ചെഴുതുമ്പോൾ k square by 3 expectation of ഇവിടെ cos w t1 plus t2 plus 2 theta plus cos w into t1 minus t2 divided by 2. ആ 2 പുറത്തേക്ക് എഴുതുമ്പോൾ k square by 6 expectation of cos w t1 plus t2 plus 2 theta plus cos w t1 minus t2. ഇതിനെ cos w t1 minus t2 cos omega അല്ലേ. രണ്ടാമത്തെ പാർട്ട് എക്സ്പെക്ടേഷൻ ഓഫ് expectation. The expectation of cos omega t1 plus t2 plus 2 theta. The expectation of cos omega t1 minus t2 is constant ആണ്. Expectation of k എന്ന് പറഞ്ഞാൽ എന്താണ്? k. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? k square by 6 into expectation of cos w t1 plus t2 plus 2 theta plus ഇവിടെ നമുക്ക് എന്ത് കിട്ടാം? cos omega t1 minus t2. ഇതിലെ ഈ ഒരു പാർട്ടാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏത് പാർട്ടാണ്? എക്സ്പെക്ടേഷൻ. ഈ ഇതിനെ ഇക്വേഷൻ ആണെന്ന് കൊടുക്കാം. cos w omega t1 minus t2 യാതൊരു ചേഞ്ചും ഇല്ല. നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് cos w t1 plus t2 plus 2 theta that is equal to ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഫോർമുല ഇന്റഗ്രൽ മൈനസ് ഇവിടുത്തെ ലിമിറ്റ് അതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് തീറ്റയുടെ ലിമിറ്റ് -π to +π എന്നാണ് അല്ലേ. തീറ്റയുടെ ലിമിറ്റ് -π to +π. So -π to +π. തീറ്റയുടെ ലിമിറ്റ് -π to +π. Then cos omega t1 plus t2 plus 2 theta into f of theta d theta. f of theta d theta എന്നാണ്. That is equal to -π to +π cos omega t1 plus t2 plus 2 theta. f of theta എന്ന് പറഞ്ഞാൽ 1/2π ആണ്. അത് നമ്മൾ പുറത്തേക്ക് എടുക്കും. 1/2 into d theta. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/2π ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin w t1 plus t2 plus 2 theta divided by 2. Then -π to +π. -π to +π. cos omega w t1 plus t2 plus 2 theta നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് sin omega t1 plus t2 plus 2 theta by 2. ലോവർ ലിമിറ്റ് -π, അപ്പർ ലിമിറ്റ് +π. That is equal to 1/2π ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin omega t1 plus t2 plus 2π. ഇവിടെ ഈ 2 കൊണ്ട് പുറത്തേക്ക് എഴുതുമ്പോൾ 1/4π എന്ന് എഴുതാം. ഒരു
sin omega t1 plus t2 into ഇവിടെ plus minus 2 pi minus 2. അപ്പൊ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് തീറ്റയ്ക്ക് പൈ കൊടുത്തപ്പോൾ 2 പൈ തോന്നും, ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ -2 പൈ. This is equal to 1/4 pi ഇവിടെ 2 pi plus theta 2 pi plus theta എന്ന് പറയുന്നത് എന്താണ്? 2 pi plus theta ഇവിടെ omega into t1 plus t2 എന്ന് പറഞ്ഞാൽ sin omega t1 plus t2 കാരണം sin 360 plus theta is equal to sin theta. ഇനി അപ്പുറത്തേക്ക് നമുക്ക് മൈനസ് ഇപ്പോൾ 2 pi ആദ്യം വരുത്താനായിട്ട് sin omega t1 plus t2 എന്നുള്ളതിൽ ഇവിടെ മൈനസ് പുറത്തെടുക്കാം. മൈനസ് പുറത്തെടുക്കുമ്പോൾ 2 pi minus omega t1 plus t2 ഈ മൈനസ് പ്ലസ് ആവും. 1/4 pi sin omega t1 plus t2 ഇവിടെ പ്ലസ് വരും. പിന്നെ sin 360 minus theta sin 360 minus theta എന്ന് പറഞ്ഞാൽ മൈനസ് sin theta ആണ്. മൈനസ് sin omega t1 plus t2 ഇതിൽ ഇത് രണ്ട് ക്യാൻസൽ ആയിട്ട് ആൻസർ എന്ത് കിട്ടും? ഇവിടെ 0 കിട്ടും. therefore നമ്മുടെ rxx of t1 t2 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ 1 ഇതായിരുന്നു k²/6 into ഈ ഒരു പാർട്ട് 0 ആയി. ആദ്യത്തെ പാർട്ട് 0 ആയി പോയി. രണ്ടാമത്തെ പാർട്ട് എന്താണ്? cos omega t1 minus t2. അപ്പോൾ ആൻസർ എന്ത് കിട്ടും നമുക്ക്? k²/6 cos omega t1 minus t2. അപ്പോൾ ഓട്ടോ കോറിലേഷന്റെ ആൻസർ നമുക്ക് കിട്ടിയത് എത്രയാണ്? ഓട്ടോ കോറിലേഷൻ is equal to k²/6 into cos omega t1 minus t2. അപ്പോൾ രണ്ടാമത്തെ ആൻസർ കിട്ടി. ഇനി അടുത്ത് കിട്ടേണ്ടത് മീൻ കിട്ടി, ഓട്ടോ കോറിലേഷൻ കിട്ടി. ഇനി നമുക്ക് ഓട്ടോ കോവേരിയൻസ് കണ്ടുപിടിക്കാം. ഓട്ടോ കോവേരിയൻസിന്റെ ഫോർമുല എന്താണ്? CXX ആണ്. CXX T1 T2 ഓട്ടോ കോവേരിയൻസ്. അതിന്റെ ഫോർമുലയില് RXX T1 T2 minus RX T1 T2 minus expectation of x of T1 into expectation of x of T2. RX T1 T2 എന്താണ്? k²/6 cos omega T1 minus T2. expectation x of T എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് രണ്ട് 0 ആയിരിക്കും. അപ്പോൾ CXX of കോവേരിയൻസ് നമുക്ക് കിട്ടുന്നത് ഓട്ടോ കോവേരിയൻസ് കിട്ടുന്നത് k²/6 cos omega T1 minus T2 ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താ കിട്ടണം? വേരിയൻസ് കിട്ടും. വേരിയൻസ് കിട്ടാനായിട്ട് വേരിയൻസ് is equal to expectation of x²t minus expectation of xt whole square. ഇതിലെ expectation of x²t എന്ന് പറഞ്ഞാൽ എന്താണ്? expectation of x of t into x of t. ഇവിടെ expectation x of t എന്താണ്? 0 ആണ്. ആ 0 എടുക്കും. ഈ x of t into x of t എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ RXX T1 T2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. RXX of T1 T2 എന്ന് പറഞ്ഞാൽ എന്താണ്? RXX T1 T2 എന്ന് പറഞ്ഞാൽ expectation of xt1 into expectation of xt2 ആണ്. RXX T1 T2 expectation of x of T1 അല്ലേ? expectation of RX T1 expectation x of T1 into expectation x of T2 ആണ്. അപ്പോൾ ഇവിടെ x of t into x of t expectation x of T1 into T2 അതിന്റെ ആൻസർ കിട്ടുന്നത് എത്രയാണ്? k²/6 cos omega T1 minus T2 ആണ്. അപ്പോൾ അതിൽ T1 ഉം T2 സെയിം ആയിട്ട് വരും. T1 T2 സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? that is equal to k²/6 cos omega എന്നുള്ളത് cos 0 that is equal to k²/6. അപ്പോൾ വേരിയൻസിന്റെ വാല്യൂ എത്ര കിട്ടും? k²/6. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇവിടെ എന്തെല്ലാം കണ്ടുപിടിച്ചു? നമ്മൾ മീൻ കണ്ടുപിടിച്ചു, വേരിയൻസ് കണ്ടുപിടിച്ചു, ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിച്ചു, ആൻഡ് ഓട്ടോ കോവേരിയൻസ് കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ മീൻ നമുക്ക്
എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി 0 കിട്ടിയിട്ടുണ്ട്, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓട്ടോ കൊറിലേഷൻ നമുക്ക് ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം തന്നിരിക്കുന്ന എക്സ് ഓഫ് ടി നമ്മോട് ചോദിച്ചിട്ടുണ്ട് ഈ എക്സ് ഓഫ് ടി ഈസ് എ വൈഡ് സെൻസ് സ്റ്റേഷനറി. അപ്പൊ ഇവിടെ ഈ എക്സ് ഓഫ് ടി ഈസ് എ വൈഡ് സ്റ്റേഷനറി പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി ഈസ് കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി, അതുപോലെ തന്നെ RHS ഓഫ് T1 T2, അതായത് ഓട്ടോ കൊറിലേഷൻ ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2. അപ്പൊ ഇത് രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് പറയാം എക്സ് ഓഫ് ടി എന്നുള്ളത് ഒരു വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണെന്ന് പറയാം. എല്ലാവരും നോട്ട് ചെയ്തു.